നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യ വ്യവസ്ഥ വിചാരണ കോടതിക്ക് തീരുമാനിക്കാം. വിചാരണ കോടതിക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷമായ വിമർശനവും ഉണ്ടായി. ഇത് എന്ത് തരം വിചാരണയാണെന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. സുബി വിശ്വനാഥ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുബി, ഈ 7.5 വർഷത്തിന് ശേഷമാണ് ഈ സംഭവം. പൾസർ സുനി അറസ്റ്റിലായി 7.5 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത്. ഈ 7.5 വർഷ കാലയളവിനിടെ ജാമ്യാപേക്ഷയുമായി 10 തവണ പൾസർ സുനി ഹൈക്കോടതിയെ സമീപിച്ചതാണ്. 3 തവണ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇപ്പോൾ ഈ അന്തിമ വിചാരണയിലേക്ക് കടക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ഒരു ഘട്ടത്തിൽ എന്ത് സാഹചര്യത്തിലാണ് പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? സുബി, ടോം, 7.5 വർഷമായി പൾസർ സുനി വിചാരണ തടവുകാരനായി കഴിയുകയാണ്. ഇതിനിടയിൽ നിരവധി തവണ പൾസർ സുനി ജാമ്യാപേക്ഷയുമായി വിവിധ കോടതികൾക്ക് മുമ്പിലെത്തി. ആദ്യം വിചാരണ കോടതിയുടെ മുമ്പിലെത്തി, പിന്നീട് 10 തവണയിലധികം പ്രാവശ്യം ഹൈക്കോടതിയുടെ മുമ്പിലെത്തി, 3 തവണ സുപ്രീം കോടതിയുടെ മുമ്പിലെത്തി. ഈ തവണകളിലെല്ലാം തന്നെയും കോടതികൾ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുകയും സുപ്രീം കോടതി ഉൾപ്പെടെ പൾസർ സുനിക്ക് ജാമ്യം നിഷേധിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ 7.5 വർഷങ്ങൾക്കിപ്പുറം സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുകയാണ്. പൾസർ സുനിയുടെ മാത്രം വാദം ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ ഒരു വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം രൂക്ഷമായ ഒരു വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. പ്രധാനമായും ആ രൂക്ഷമായ വിമർശനം ഇതാണ്: ഇതെന്ത് തരം വിചാരണയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ വിചാരണ നടത്തുകയാണെങ്കിൽ സമീപകാലത്തൊന്നും തന്നെ ഈ കേസിന് മാറുകയില്ല എന്നൊരു വിമർശനവും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും ഉപാധികളോടുകൂടി ജാമ്യം നൽകാനാണ് അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരാഴ്ചയ്ക്കുള്ളിൽ പൾസർ സുനിയെ കോടതിയിൽ ഹാജരാക്കണം. അതിനുശേഷം കോടതിയിൽ നിന്ന് പൾസർ സുനിയെ ഹാജരാക്കണം. അതിനുശേഷം വിചാരണ കോടതിയാണ് എന്ത് തരം ഉപാധിയാണ് നൽകേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തേണ്ടത്. ശക്തമായ ഉപാധികൾ വെക്കണം എന്നൊരു ആവശ്യം ഇന്ന് സുപ്രീം കോടതിക്ക് മുമ്പിൽ പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ അത് വിചാരണ കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റുകയായിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തത് നിർണായകമായ ഒരു തീരുമാനമാണ് സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്. ടോം, അതാണ് സുബി. ഇതിനു മുൻപ് ഹൈക്കോടതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ അന്ന് പല സംശയങ്ങളും ഉന്നയിച്ചിരുന്നു. മറ്റാരോ പൾസർ സുനിക്ക് പിന്നിലുണ്ട്. കാരണം ഇത്രയധികം തവണ ഒരു ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും ഒക്കെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാരനായിട്ടുള്ള ഒരു പൾസർ സുനിക്ക് കഴിയില്ല. ആരോ ഇതിന് പിന്നിലുണ്ട് എന്ന പല രീതിയിലുള്ള സംശയം ഹൈക്കോടതി നേരത്തെ ചോദിക്കുകയും തുടർച്ചയായി ഈ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചതിന് പിഴയിടുകയും ഒക്കെ ചെയ്ത സാഹചര്യം പോലുമുണ്ട്. സുപ്രീം കോടതിയിൽ ഇത്തരം ഒരു വാദം എന്തുകൊണ്ടാണ് സർക്കാർ ഉയർത്താതിരുന്നത്? കാരണം ഇതുപോലുള്ളൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പൾസർ സുനി, കഴിഞ്ഞ 7.5 വർഷത്തോളമായി മറ്റ് വരുമാന മാർഗമില്ലാത്ത പൾസർ സുനിക്ക് എങ്ങനെയാണ് ഈ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടമൊക്കെ നടത്താൻ കഴിയുന്നതെന്ന സംശയം പൊതുസമൂഹം ഉയർത്തുന്നുണ്ട്. സ്വാഭാവികമായും ഈ സംശയം സർക്കാർ എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഉന്നയിക്കാതിരുന്നത്? സുബി, ആ ഒരു സംശയം തന്നെയാണ് വിവിധ തുറകളിലുള്ളവർ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ പൾസർ സുനിക്ക് എതിരായുള്ള തരത്തിലുള്ള ഒരു വാദം ഉന്നയിക്കാൻ സംസ്ഥാന സർക്കാർ മുതിരാത്തത് എന്നൊരു ചോദ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും 10 തവണ ഹൈക്കോടതി, 3 തവണ സുപ്രീം കോടതി, അതിനു മുമ്പ് വിചാരണ കോടതി. ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ വക്കീലിന് കാശ് നൽകേണ്ട സാഹചര്യമുണ്ട്. ഈ അവസ്ഥകളിലൊന്നും തന്നെ പൾസർ സുനിയെ പോലെ ഒരാൾക്ക് ഇത്രയും തവണ പോവുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിട്ടും പൾസർ സുനിക്ക് വേണ്ടി ഹാജരാകാൻ വക്കീലന്മാർ എത്തുന്നു, മുതിർന്ന അഭിഭാഷകർ തന്നെ എത്തുന്നു. അവർ വലിയ തോതിലുള്ള വാദം നടത്തുകയും മറ്റും ചെയ്യുന്നു. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഈ സംശയമുനകൾ നീളുന്നത് ദിലീപിലേക്കാണ്. ദിലീപിനാണ് പൾസർ സുനി ജാമ്യത്തിലിറങ്ങി പുറത്തു വരേണ്ട കാര്യം. പ്രത്യേകിച്ചും ദിലീപ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പൾസർ സുനി ജയിലിൽ നിന്ന് അയച്ച കത്തിന്റെ ഭാഗമായിട്ടാണ്. തന്നോട് ദിലീപ് പറഞ്ഞത് പ്രകാരമാണ്, തനിക്ക് ദിലീപ് കൊട്ടേഷൻ നൽകിയത് പ്രകാരമാണ് നടിയെ ബലാത്സംഗം ചെയ്തതും ഇത്തരത്തിൽ ആക്രമിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാണ്
പൾസർ സുനി കത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും പുറത്തിറങ്ങിയ പൾസർ സുനി സ്വാഭാവികമായും ചില വെളിപ്പെടുത്തലുകൾ നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തുകയാണെങ്കിൽ അതൊരു പക്ഷേ ദിലീപിന് അനുകൂലമായ വെളിപ്പെടുത്തലുകളും മറ്റും നടത്തുകയാണെങ്കിൽ ദിലീപിന് ഈ കേസിൽ നിന്ന് ഊരിപ്പോരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഗൂഢാലോചന കേസിലാണ് നടൻ ദിലീപ് അറസ്റ്റിലായിരിക്കുന്നത്. ദിലീപിനെതിരെ ഉള്ളത് സാഹചര്യ തെളിവുകൾ മാത്രമാണ്. ആ സാഹചര്യ തെളിവുകൾ കൂടി ഇല്ലാതാക്കാൻ പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുകളിലൂടെ സാധിക്കുമോ എന്നാണ് ദിലീപിൻ്റേത് ഉൾപ്പെടെയുള്ള അഭിഭാഷകർ ആരായുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അതിന് അനുകൂലമായൊരു നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. പക്ഷേ പൾസർ സുനിക്ക് ന്യായമായും കിട്ടേണ്ട ഒരു ജാമ്യമായിരുന്നു. കാരണം 7.5 വർഷമായി ഈ കേസിൽ ആകെ 9 പ്രതികളാണുള്ളത്. അതിൽ 8ാം പ്രതിയായ ദിലീപിന് പോലും 80 ദിവസത്തേക്ക് ജാമ്യം 80 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ജാമ്യം ലഭിച്ചു. ബാക്കിയുള്ള പ്രതികൾക്കും ജാമ്യം ലഭിച്ചു. പൾസർ സുനിക്ക് മാത്രമായിരുന്നു ജാമ്യം ലഭിക്കാതിരുന്നത്. അയാളായിരുന്നു ഈ കേസിലെ കിങ് പിൻ. മുഖ്യ ആസൂത്രകൻ എന്ന് പറയുന്നത് പൾസർ സുനിയാണ്. പൾസർ സുനിയോടാണ് ദിലീപ് ഈ കാര്യങ്ങൾ, അതായത് നടിയെ ബലാത്സംഗം ചെയ്യണം എന്നതുൾപ്പെടെയുള്ള കൊട്ടേഷൻ നൽകിയത്. ബാക്കിയുള്ളവരെ സംഘടിപ്പിച്ചതും ബാക്കി പ്ലാനിംഗ് എല്ലാം നടത്തി ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് പദ്ധതിയിട്ടത് പൾസർ സുനിയാണ്. പൾസർ സുനി പുറത്തു വന്ന് ഇത് ദിലീപ് അല്ല എന്നെങ്ങാനും പറഞ്ഞാൽ അതോടുകൂടി ദിലീപിനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടാകും. അങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ പൾസർ സുനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നൊരു ഭയം പൊതുവിൽ പ്രോസിക്യൂഷൻ തീർച്ചയായും അതൊരു വലിയൊരു ആശങ്ക തന്നെയാണ്. മാത്രമല്ല പലരും ഉമാ തോമസ് MLA ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം ഉയർത്തുന്നുണ്ട്. പൾസർ സുനി, ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള പൾസർ സുനി പുറത്തിറങ്ങുന്നത് അത് ഈ നടിയുടെ ആക്രമണത്തിന് ഇരയായാൽ അല്ലെങ്കിൽ അതിജീവിതയുടെ ജീവന് പോലും ഭീഷണിയാകാം. അത് സ്വാഭാവികമായും അത്തരം പല ആശങ്കകളും ഉയരുന്നുണ്ട്. ഈ കേസ് ഏതെങ്കിലും രീതിയിൽ അട്ടിമറിക്കാനുള്ള സാഹചര്യമുണ്ടെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് പക്ഷേ ഈ ജാമ്യ വ്യവസ്ഥ സുബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളോട് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടൊരു പൾസർ സുനിയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ദിലീപിന് അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടാകുമോ? ദിലീപും പൾസർ സുനിയും രണ്ടുപേരും പുറത്തിറങ്ങി നിൽക്കുന്ന സാഹചര്യം അത് കേസിനെ ഏതെങ്കിലും രീതിയിലുള്ള സ്വാധീനിക്കപ്പെടില്ലേ എന്ന സംശയങ്ങളാണ് നിയമവിദഗ്ധർ പോലും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ എന്തായാലും ഈ ജാമ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. വിചാരണ കോടതി ഇനി എന്നാണ് ആ കേസ് പരിഗണിക്കുന്നത്? സ്വാഭാവികമായും ഈ വരും ദിവസങ്ങളിൽ തന്നെ ഈ കേസ് പരിഗണിക്കുമ്പോൾ അത്തരം ഈ പൾസർ സുനിയുടെ ജാമ്യ വ്യവസ്ഥയിൽ ഉൾപ്പെടെ തീരുമാനമുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷ. മാത്രമല്ല അതോടൊപ്പം ഈ സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്ന ഒരു ചോദ്യം, അതിരൂക്ഷമായ വിമർശനമാണ് വിചാരണ കോടതിക്കെതിരെ ഉയർന്നത്. പ്രത്യേകിച്ചും വിചാരണ നീട്ടിക്കൊണ്ടുപോകുന്നത് ദിലീപിന്റെ അഭിഭാഷകൻ 87 ദിവസത്തോളം അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പോലോസിനെ വിസ്താരം നടത്തുന്നത് ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ തടഞ്ഞില്ല എന്ന പല വിമർശനവും ഉയരുന്നുമുണ്ടല്ലോ. ഇനി എന്നാണ് വിചാരണ കോടതി കേസ് പരിഗണിക്കുന്നത് സുവി? ടോം, വിചാരണ കോടതി അടുത്ത് തന്നെ ഈ കേസ് പരിഗണിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. അതാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധിന്യായത്തിലുള്ളത്. ഏറ്റവും ഒരാഴ്ചയ്ക്കുള്ളിൽ വിചാരണ കോടതി ചേർന്ന് അവിടെ പൾസർ സുനിയെ ഹാജരാക്കണം എന്നൊരു നിർദ്ദേശം അവരുടെ ഭാഗത്തു നിന്ന്, സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വിചാരണ കോടതിക്ക് അനുസരിക്കേണ്ടി വരും. കാരണം സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ വിചാരണ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 87 ദിവസം, അതായത് വിചാരണ ഉദ്യോഗസ്ഥനായ ഫെബ്രുവരിയിൽ തുടങ്ങിയ വിചാരണ സെപ്റ്റംബർ വരെ നീണ്ടുനിന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൈലോസിനെ വിസ്തരിക്കുന്നത് ഇത്ര 87 ദിവസം നീണ്ടുന്നു. ആ 87 ദിവസവും എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിചാരണ നടത്തുന്നത് എന്നൊരു ചോദ്യം സർക്കാരിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചില്ല എന്നൊരു വിമർശനം പൾസർ സുനിയുടെ അഭിഭാഷകൻ ഇവിടെ സുപ്രീം കോടതിയിൽ വാദത്തിനിടെ പറയുകയുണ്ടായി. അതിലൊരു ആശങ്ക സുപ്രീം കോടതിയും രേഖപ്പെടുത്തി. എന്തുകൊണ്ടാണ് അത് പറയാത്തത്? അപ്പോൾ സ്വാഭാവികമായും പൾസർ സുനിക്ക് അനുകൂലമായ നിലപാടുകൾ അല്ലെങ്കിൽ ദിലീപിന് അനുകൂലമായ ഒരു നിലപാടുകളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് എന്നൊരു സംശയവും ഈ കേസിൽ ഉയർന്നു വരുന്നുണ്ട്. അതാണ് നിലവിൽ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇനി പൾസർ സുനി പുറത്തു വന്നാൽ അത് ദിലീപിന് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നതിലേക്ക് നയിക്കുമോ, ദിലീപ് രക്ഷപ്പെടുന്നതിലേക്ക് നയിക്കുമോ എന്നൊരു ചോദ്യം ഉയർത്തുന്നത്. ഒപ്പം തന്നെ ഇത്രയും കാലം കഴിഞ്ഞ തവണകളിലെല്ലാം തന്നെ ഈ ജാമ്യ ഹർജി സമർപ്പിച്ചപ്പോൾ അതിജീവിതയ്ക്കും സർക്കാരിനും ഒപ്പം നിന്ന കോടതി ഇത്തവണ പൂർണ്ണമായും പൾസർ സുനിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ചും ഈ
മെമ്മറി കാർഡ് ഉൾപ്പെടെ പുറത്തേക്ക് എടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ടായിരുന്നു. മെമ്മറി കാർഡ് പരസ്യപ്പെടുന്ന ഒരു സാഹചര്യം, അതേപോലെ തന്നെ വിചാരണ തന്നെ അട്ടിമറിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നെല്ലാം തന്നെ സർക്കാർ പറയുമ്പോഴും ഇത്തരത്തിലൊരു സമീപനം എന്താണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നൊരു ആശങ്ക ഏവരിലും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും പൾസർ സുനി ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. മിനിമം ഒരാഴ്ചയ്ക്കുള്ളിൽ പൾസർ സുനി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. ടോം. യെസ്, വ്യക്തമാണ്. സുബി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. സുബി സൂചിപ്പിച്ചതുപോലെ 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനി നടിയാക്രമണ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള പൾസർ സുനി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. പല രീതിയിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഉയരുന്നു. എന്തുകൊണ്ട് സർക്കാർ ഇതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിച്ചില്ല? കാരണം സുപ്രീം കോടതിയിൽ അത്തരം വാദഗതികൾ ഉയർന്നില്ല എന്ന പല സംശയങ്ങളുമുണ്ട്. മാത്രമല്ല പൾസർ സുനി പുറത്തേക്ക് ഇറങ്ങിയാൽ അത് കേസിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ, ഇതിന്റെ വിചാരണയിൽ ഏതെങ്കിലും രീതിയിൽ തിരിച്ചടി ഉണ്ടാകുമോ തുടങ്ങിയ പല ആശങ്കകളും പൊതുസമൂഹം ഉയർത്തുന്നുമുണ്ട്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് മറ്റൊരു വിഷയം.